ഹലോ, ഗുഡ് മോർണിംഗ്. രതീഷ് പരപ്പനങ്ങാടി. നമ്മളിപ്പോ എവിടെ നിൽക്കുന്ന അറിയോ? പള്ളിക്കുന്ന് കലാഗ്രാമം സ്കൂൾ ഓഫ് ആർട്സിലാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ എംജി സാറുമായി നമ്മൾ പങ്കുവെക്കുകയാണ്. അപ്പൊ സാർ അടുത്തേക്ക് പോവാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പക്ഷേ രതീഷ് പരപ്പനങ്ങാടിയാണ്, അറിയാം കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ 28-ാം തീയതി ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതെന്താണെന്ന് ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം. ഇത്രയും വലിയൊരു കലാഗ്രാമം വള്ളിക്കുന്നും പരപ്പനങ്ങാടി ഉണ്ടായിട്ട് കുറെ ആളുകൾ അറിഞ്ഞു വരണുള്ളൂ. അപ്പൊ അതും കൂടി ഒന്ന് സാറ് വിശദീകരിക്കാം. 28-ാം തീയതി പ്രോഗ്രാം ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് എല്ലാവരിലേക്ക് എത്തിക്കാം. തീർച്ചയായിട്ടും അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? സെപ്റ്റംബർ 28-ാം തീയതി നമ്മുടെ കലാഗ്രാമിലെ വാർഷികാഘോഷമാണ്. നമ്മുടെ വള്ളിക്കുന്നിലെ സംഗീതഗ്രാമം എന്നുള്ള റിസോർട്ട് വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മളുടെ കലാഗ്രാമിലെ കലാകാരന്മാരുടെ ഒരു സംഘമാണ്, കലാകാരന്മാരുടെ ഒരു ഇവന്റാണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ വൈകിട്ട് 4 മണി മുതൽ 5 വരെ സാംസ്കാരിക പരിപാടികളാണ്. അതിൽ നമ്മുടെ വള്ളിക്കുന്ന് പരപ്പനങ്ങാടി ഭാഗത്തുള്ള 20ഓളം കായിക സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭർ വരുന്നുണ്ട്. ഉദ്ഘാടന വേളയിൽ നമ്മളെ വിശിഷ്ട വ്യക്തിയായിട്ട് വരുന്നത്, വിശിഷ്ട അതിഥിയായിട്ട് നമ്മൾ എത്തുന്നത് നമ്മുടെ കൈതപ്പുറം ദാമോദര തമ്പുരാൻ സാറാണ്. അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ സെപ്റ്റംബർ 21-ാം തീയതി ഞായറാഴ്ച നമ്മുടെ മാധവാനന്ദ സ്കൂളിൽ MVHSS അരിലൂർ സ്കൂളിൽ വെച്ചിട്ട് നമുക്ക് കഥാരചന, കവിതാരചന, ഡ്രോയിങ് മത്സരങ്ങളുണ്ട്. അത് പബ്ലിക്കും കൂടെ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് പൊതുജനങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. ആർക്ക് വേണമെങ്കിൽ, പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിൽ അതിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. അതുകൂടാതെ നമ്മൾ നവമിയോടനുബന്ധിച്ചിട്ട് നമ്മളുടെ രജിസ്ട്രേഷൻ, അതായത് നമ്മുടെ അഡ്മിഷൻ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മൾ നിലവിൽ. പിന്നെ നമ്മളുടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ ഡ്രോയിങ്ങിന്റെ ഡ്രോയിങ് ചെയ്യുന്ന മക്കൾ, അതിന്റെ ഫോട്ടോസാണ്, പിക്ചേഴ്സാണ് ഈ കാണുന്നതൊക്കെ. അവരുടെ മക്കളുടെ എക്സിബിഷൻ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് അല്ല, നമ്മളുടെ പിക്ചേഴ്സ് ആണ്. ഇവിടെ എക്സിബിഷൻ വരുന്നുണ്ട് നമ്മളുടെ മക്കളുടെ. എവിടെ വെച്ചിട്ടാണ് വരുന്നത്? നമ്മുടെ വാർഷികാഘോഷ വേളയിൽ അവിടെ നമ്മൾ പ്രദർശനം വെക്കുന്നുണ്ട്. സ്കൂളിലാണോ? 2 സ്ഥലത്തും വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ മാതാന്ത സ്കൂളിൽ മത്സരങ്ങളാണ് 21-ാം തീയതി, 28-ാം തീയതി നമ്മുടെ വാർഷിക ആഘോഷമാണ്. അപ്പൊ 2 സ്ഥലത്തും നമ്മൾ മക്കളുടെ എക്സിബിഷൻ ആയിട്ട് നമ്മൾ ഇല്ല, എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്. നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ട്. 17-ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. വിളിച്ചിട്ട് നമുക്ക് എത്ര മക്കൾ വരുന്നുണ്ടെന്ന് അറിയാം. പിന്നെ നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മളെ പരപ്പനങ്ങാടി വള്ളിക്കുന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ സാറ് ഇവിടെ പഠിപ്പിക്കുന്നതിന് കലാപരമായിട്ട് എത്ര ഐറ്റംസ് ഉണ്ട്, അതൊന്ന് വിശദീകരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഏകദേശം 40 ഐറ്റം നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മൾ തകില്, നാദസ്വരം, വീണ, കയ്യക്ഷരം, പിന്നെ തകില് പറഞ്ഞു. പിന്നെ നമ്മൾ സിനിമാറ്റി ഡാൻസ് ഉണ്ട്, ക്ലാസിക്കൽ ഡാൻസിന്റെ എല്ലാ വിഭാഗമുണ്ട്. കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം എല്ലാം വരുന്നുണ്ട്. കഥകളി വരുന്നുണ്ട്. കഥകളി ഇപ്പോൾ റയർ ആണ്, എവിടെയും ഇല്ല. പിന്നെ നമ്മൾ എന്താ കലാപരമായിട്ട് അല്ലാതെ തന്നെ നമ്മൾ കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ യോഗ വരുന്നുണ്ട്, ഇവിടെ ചെസ് വരുന്നുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ ഏകദേശം 40 ഐറ്റമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ഫ്ലൂട്ട് ഉണ്ട്, എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ. പിന്നെ 28-ാം തീയതി കൈതപ്പുറം സാറ് വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് മാക്സിമം എത്ര ആളുകൾക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ? അവിടെ ഏകദേശം 500-600 ആൾക്കാർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം. തീർച്ചയായിട്ടും. ആർക്കും എൻട്രി ഉണ്ടോ? അങ്ങനെ വരാൻ പറ്റുമോ? വരാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പരിപാടി കാണാനായിട്ട് വരാമല്ലോ. നമ്മുടെ നാട്ടിലത്തെ പരിപാടി കൂടിയല്ലേ, കാണാനായിട്ട് വരാം. അതിനും കുഴപ്പം. സാർ ഏകദേശം എത്ര ടൈമിൽ അവിടെ എത്തിച്ചേരാം? കൈതപ്പുറം സാറ് 4 മണി മുതൽ 5 മണി വരെ. ഉദ്ഘാടന പരിപാടി അപ്പോഴാണ്. സാറാണോ ഉദ്ഘാടനം ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത് കൈതപ്പുറം സാറാണ്. നാട്ടിലൊരു സന്തോഷമാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ അത് കൂടാതെ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാധവാനന്ദ സ്കൂളിൽ MVHS അവിടെ വെച്ചിട്ട് എത്ര മണിക്കാണ് ഒന്നും കൂടെ പറയാൻ പറ്റും? നമ്മൾ 9:30 മുതലാണ് നമ്മൾ പരിപാടി ചെയ്യാനായിട്ട്. മോർണിംഗിൽ 21-ാം തീയതി സെപ്റ്റംബർ, ഈ മാസം സെപ്റ്റംബർ 21-ാം തീയതി. അത് നമ്മൾ മോർണിംഗിൽ നമ്മൾ 9:30 മുതൽ 11:30 വരെ ഡ്രോയിങ് മത്സരം. അതിനുശേഷം നമ്മൾ കവിതാരചന, കഥാരചന, അതിന്റെ ടൈം കാര്യങ്ങളൊക്കെ വിളിക്കുന്നവർക്ക് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു. കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളിപ്പോ സമ്മാനദാനം നമ്മൾ കലാസന്ധ്യയിൽ വെച്ചിട്ടാണ് കൊടുക്കുക. അതായത് 28-ാം തീയതിയിലെ നമ്മളെ വാർഷിക ആഘോഷ വേളയിൽ വെച്ചിട്ടാണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കുക. 21-ാം പ്രോഗ്രാമിൽ ഫസ്റ്റോ സെക്കൻഡോ കിട്ടുന്ന പ്രൈസ് കിട്ടുന്ന ആൾക്കാർ. പ്രായം ഇതിന് പ്രശ്നമുണ്ടോ? ഇല്ല, പ്രായത്തിന് ഒരു പ്രശ്നമില്ല. നമ്മൾ അവിടെ വന്നതിന് ശേഷം കാറ്റഗറി ആക്കും. ഓരോ വയസ്സടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റഗറി ആക്കിയിട്ട് നമ്മളെ രചനയാണ്, അത് അവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വിഷയം കൊടുക്കുക. അതിനനുസരിച്ചിട്ടാണ് അവർ ചെയ്യേണ്ടത്. താങ്ക് യു. സെപ്റ്റംബർ 28-ാം തീയതി നമ്മളുടെ സംഗീത് ഗ്രാമിൽ വെച്ച് നടക്കുന്ന വാർഷിക ആഘോഷ വേളയിലേക്ക് എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്യാണ്.
കൂടാതെ 21-ാം തീയതി മാധവാനന്ദ സ്കൂളിൽ വെച്ച് നടക്കുന്ന മത്സര പരിപാടിയിലേക്ക്, ഞാൻ പ്രായബദ്ധമന്യേ നടക്കുന്ന മത്സര പരിപാടിയിലേക്ക് എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഹായ്, രതീഷ് പരപ്പനങ്ങാടി. അപ്പൊ എല്ലാവരോടും ഒന്നും കൂടി പറയാണ്, നമ്മളെ 28-ാം തീയതി പ്രോഗ്രാം ആരും മറക്കണ്ട. 28-ാം തീയതി കൈതപ്രം സാർ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. അതുകൂടാതെ തന്നെ നമ്മളെ മാധവാനന്ദ സ്കൂള് എല്ലാവർക്കും അറിയും, MVHS അരിയല്ലൂർ, അവിടെ വെച്ചിട്ടാണ് 21-ാം തീയതി. ആർക്കും പ്രായമൊന്നും പ്രശ്നമല്ല, എല്ലാവർക്കും പങ്കെടുക്കാം. അപ്പൊ അതിലെല്ലാവരും പങ്കെടുത്തിട്ട് വിജയിപ്പിക്കുക. പിന്നെ നമ്മളെ കലാഗ്രാമം വള്ളിക്കുന്ന് പരപ്പനങ്ങാടി എല്ലാവരും ഒന്ന് പോയി കാണുക. എൻജു സാറായിട്ട് ഒന്ന് സംസാരിക്കുക. 46ഓളം കലകൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പോകാം. എനി ടൈം സാറ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, വിളിക്കാം. ഓക്കെ, താങ്ക് യു.